ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടാക്കുന്നുള്ളത്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. മെനിഞ്ഞാന്ന് ഞാൻ ഈ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നെയ്ച്ചോറിൻ്റെ കൂടെ. ഈ ഒരു ചിക്കൻ പൊരിച്ചത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിലെ മസാലയൊന്നും വിട്ടു പോവാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പറ്റുമെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ചിക്കൻ്റെ അളവ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. ഒരു ചിക്കൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അളവ് നോക്കിയിട്ടുമില്ല. ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. 1 കിലോന് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ചതച്ചരക്കണം. വല്ലാണ്ടങ്ങ് അരിഞ്ഞു പോകുന്നു ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം. ചിക്കന് ഷോപ്പിൽ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കേണ്ട പണിയേ ഉള്ളൂ. ഇനി ഇതുപോലെ ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ചിക്കനിലേക്ക് കണ്ണിക്കണ്ട മസാലകളെല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കാം, കൂടുതലായി പോവണ്ട. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിർത്തുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ചതച്ചെടുത്ത പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട, അതായത് ഒരു എഗ്ഗ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പണ്ട് ചോറ് വെക്കുമ്പോൾ ചിക്കൻ പൊരിച്ചെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം, എന്തെല്ലോ സാധനങ്ങൾ ഇടുമ്പോൾ. അപ്പോൾ ഇപ്പാണ് ഇതിൻ്റെ എല്ലാം യഥാർത്ഥ സംഗതിയെല്ലാം പിടികിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളകിൻ്റെ പൊടി ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് എന്നെല്ലാം പറയട്ടെ. ഇനി ഒരു പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കോൺഫ്ലോർ ആണ്. അത് 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതലായിട്ട് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ആക്കി എടുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. ഇത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെന്താ ഇംഗ്ലീഷ് പറയാമെന്ന് അറിയാലോ, അത് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പം അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു കടായി ടൈപ്പ് പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ചൂടാവണം. ഇത് ചൂടായിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷെഫിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇതുപോലെ ചൂടായിട്ട് ചിക്കൻ ഇങ്ങനെ വേറിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ നല്ലോണം കോട്ടിങ് പിടിക്കും. എന്നിട്ടത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വലിയ കോൺഫിഡൻസിലൊന്നും അല്ലേനും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതുപോലെ ആയി കിട്ടും. എനിക്ക് അധികം ഫെയിൽ ആവലാണ്. കോളിഫ്ലവർ പൊരിക്കുന്ന സമയത്തും ചിക്കൻ പൊരിക്കുന്ന സമയത്തെല്ലാം കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ വേറിട്ടാണ് നിൽക്കല്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം നെയ്യ് കായാന്ന് പറയൂലേ, അതുപോലെ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ മഞ്ഞളും മുളകെല്ലാം ഇട്ടിട്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലവറും അരിപ്പൊടിയെല്ലാം ചേർക്കുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചേർക്കുമ്പം നമുക്കിങ്ങനെ വിട്ട് കിട്ടും. അത് അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, വല്ലാണ്ടെങ്കിൽ ഓയിൽ ചൂടാവൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പം നെയ്പ്പത്തിലെല്ലാം പൊരിക്കുന്നില്ലേ, ആ ഒരു സമയത്ത് തീ എങ്ങനെ വെക്കുക, അതുപോലെ ഫുള്ളാക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടാ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചിക്കനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി രൂപത്തിലായിട്ടുണ്ട്. റൈസ് പൗഡർ ചേർക്കുന്നത് ഒന്ന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കോൺഫ്ലവറും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ചിക്കന് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റുന്നുണ്ട്. ഇവിടെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ചോറും ബാക്കി കറിയും എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റിംഗ്. അപ്പം ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. അനിയൻ പറഞ്ഞതാണ് ചിക്കൻ പൊരിച്ചു തരുമെന്ന്. അപ്പോൾ ഓൻ തന്നെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഫുള്ള് പൊരിയാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് അവിടെ ടേബിൾ മേൽ വെച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ക്രിസ്പി ആയിട്ടും നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ വേറെ മുളകിൻ്റെ പൊടിയോ അല്ലെ കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ വെള്ള എള്ള ചേർത്തുകൊണ്ട് കുറച്ചും കൂടി കാണാനും ഭംഗിയില്ലേ. അത് നിങ്ങളൊന്ന് പറയട്ടാ. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് അപാരത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഒരു സ്മൈലിയോ ലവ് മെമ്മേജോ എന്തെങ്കിലും ചെയ്യണേ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രത്യേക അഭിപ്രായം മാനിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് കുക്കിംഗ് വീഡിയോ ഇടൽ തുടങ്ങിയത്. എന്നോട് പറഞ്ഞ് ബാച്ചിലേഴ്സായ ആൾക്കാരെല്ലാം രാത്രി വന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ കറി റെസിപ്പീസ് എന്നെല്ലാം പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല
നല്ലൊരു കളറും സെപ്പറേറ്റ് വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ അതിൽ കയറിയിട്ട് കുക്കിംഗ് വീഡിയോ നോക്കുക. വ്ളോഗായിട്ടൊന്നും അങ്ങനെ കാണുമൊന്നുമില്ലാന്ന്. പിന്നെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല അയില വരട്ടിയത്, മത്തി വരട്ടിയെല്ലാം നല്ല നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടില്ല, കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് ഞാൻ വ്ളോഗ് ഇടൽ തുടങ്ങിയിട്ടുള്ളത്. അതിലാണ് ഞാൻ ചിക്കൻ കറിയെല്ലാം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് എല്ലാം ഇടാൻ പറ്റുള്ളൂ. കണ്ണൂർ സ്റ്റൈൽ കുറേ റെസിപ്പീസ് ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെ മസ്റ്റായിട്ട് കാണണേ. അപ്പം ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.